നിന്റെ ഫ്രൈഡ് റൈസ് കഴിച്ച് ശ്യാമളയുടെ ഭർത്താവ് സോമനാഥൻ വയറിളകി ആശുപത്രി കിടക്കുന്നത്. ഇതിലെന്തോ ഒരു കെമിക്കൽ ചേർന്നിട്ടുണ്ട്. ഇന്നലെ ലീവ് എടുത്ത് പോയി സിസിലി ചേച്ചി രാത്രിയിൽ അടുക്കള ഭാഗത്ത് കറങ്ങുന്നുണ്ടായിരുന്നു. നീ പോലീസിനെ വിളിക്ക. എന്താ സത്യത്തിൽ സംഭവിച്ചെന്ന് ചേട്ടത്തി അവരോട് മണി പോലെ പറഞ്ഞോളൂ. അതെ, അത് വേറെ ആരുമല്ല, നിങ്ങൾക്ക് ജന്മം നൽകിയ നിങ്ങളുടെ സ്വന്തം അച്ഛനാ. ഫ്രൈഡ് റൈസിൽ വിഷം ചേർത്തതേ ചന്ദ്രസേനൻ എന്ന് പറയുന്ന ആളാ. ഞാൻ അയാളെ എന്റെ ഈ 2 കണ്ണോണ്ട് കണ്ടതാ. ആരാധ്യമോൾ എന്നെ വിളിച്ചിട്ടെ ഞാൻ നിൽക്കാതെ പോയത് അയാളെ ഞാൻ തിരിച്ചറിയാൻ വേണ്ടിയാ. അപ്പൊ ആരോ എന്റെ തലക്കടിച്ചു, ഞാൻ ബോധം കെട്ട് വീണു. പിന്നെ ബോധം വന്നത് ഇന്ന് രാവിലെയാ. ചേച്ചിക്ക് അയാളെ വലിയ വിശ്വാസമായിരുന്നില്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട്? എന്തായാലും ശരി, നമുക്ക് അയാളെ പോയിന്ന് കാണണം. എന്താ വേണ്ടെന്ന് എനിക്കറിയാം. എടുത്തു ചാടി ഒന്നും ചെയ്യണ്ട. പൊട്ടത്തികള്, ഞാൻ പറഞ്ഞ കഥ അതുപോലെ അങ്ങ് വിശ്വസിച്ചു. ഒരുത്തന് കുറ്റവാളിയാക്കിയപ്പോ എന്താ ഒരു ആശ്വാസം. മരുന്ന് കൊടുക്കേണ്ട സമയമാകുമ്പോൾ ഞങ്ങൾ വന്നോളാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇന്റർകോമിൽ വിളിച്ചാൽ മതി. ശരി. നീ എന്തിനാ മോനെ അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ പോയത്? എന്തിനാ ക്യാൻഡിൽ കത്തിക്കാൻ പോയത്? ചേച്ചി എന്തറിഞ്ഞിട്ടായി സംസാരിക്കുന്നത്? ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ അഭിമന്യുവിന്റെ അമൃതയുടെ എൻഗേജ്മെന്റ് അവിടെ ഉറപ്പായി നടക്കുമായിരുന്നു. അല്ല, നീ നേരത്തെ പഞ്ചരത്നത്തിൽ വെച്ചും ഈ കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ അവിടെ അങ്ങനെ ഒരു പ്ലാനിംഗ് ഉണ്ടെന്ന് നീ എങ്ങനെ അറിഞ്ഞത്? അതോ അതൊക്കെ നിന്റെ ഊഹാണോ? ഇവിടെ നടക്കുന്നത് ബർത്ത്ഡേ പാർട്ടി ഒന്നുമല്ല. കേക്ക് മുറിച്ചു കഴിഞ്ഞാല് ഇവിടെ നടക്കാൻ പോകുന്നത് അമൃതയുടെ അഭിമന്യുടെ മോതിരം മാറ്റൽ ചടങ്ങാണ്. അറിയാം. ആ സോമനാഥൻ പറഞ്ഞത് അപ്പടി തൊണ്ട തൊടാതെ അങ്ങ് വിഴുങ്ങാൻ പറ്റുമോ? ആരാ ഈ എൻഗേജ്മെന്റ് ഒക്കെ പ്ലാൻ ചെയ്തത്? ചേച്ചി, അതാ ഞാൻ പറഞ്ഞത്, അവിടെ നടക്കുന്ന കാര്യങ്ങൾ അത് ആരും അറിയുന്നില്ല. ചേച്ചി, അമൃതയെ അഭിമന്യുവിനെ മാത്രമല്ല ചേച്ചിയെ കൂടി ലക്ഷ്യം വെച്ച ആ പൊട്ടിത്തെറി പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞാൻ വകതിരിവില്ലാതെ കയറി ഇടപെട്ടതുകൊണ്ട് നിങ്ങളെല്ലാവരും രക്ഷപ്പെട്ടു എന്ന് കരുതിയാൽ മതി. ഇങ്ങനെ ഒരു കൊലച്ചതി ആരായിരിക്കും പ്ലാൻ ചെയ്തത്? ഞാനിപ്പോ വരാം. ഞാൻ അങ്ങോട്ട് വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. എന്താ സിസിലെ കാര്യങ്ങള്? എന്റെ പൊന്നു മേഡം, എന്നെ രക്ഷിക്കണം.
പഞ്ചരത്നങ്ങൾ 5 എണ്ണം കൂടി എന്നെ കൊന്നു കൊല വിളിച്ചു. ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം പറയണ്ട സിസിലി. ബർത്ത്ഡേ പാർട്ടിക്ക് സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് അവരെന്നെ ഇടം വലം വിടാതെ ചോദ്യം ചെയ്തു. എന്നിട്ട് നീ എന്തെങ്കിലും വിട്ടു പറഞ്ഞോ? ഇല്ല മാഡം, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, എല്ലാം കൂടി വേറെ ആളുടെ തലയിൽ കെട്ടിവെച്ചിട്ടുണ്ട്. ആരുടെ തലയില്? വേറെ ആരുമല്ല, ഇവറ്റകളുടെ ആ തന്തയില്ലേ ചന്ദ്രസേനൻ, അവന്റെ തലയിൽ തന്നെ ഞാൻ എല്ലാം വെച്ചു കൊടുത്തു. നിന്നോട് ആരാ ഇങ്ങനെയൊക്കെ പറയാൻ പറഞ്ഞത്? അല്ല പിന്നെ ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? എല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു നുണ പറയണ്ടേ? അതിന് ഫുഡില് കെമിക്കല് ചേർത്തത് അഭിമന്യു ആണെന്നങ്ങ് പറഞ്ഞാ പോരായിരുന്നോ? ബെസ്റ്റ്. അഭിമന്യുന്റെ പേര് പറഞ്ഞാ പിന്നെ അവൻ അപ്പൊ തന്നെ കൂട്ടി ചോദിക്കാൻ വന്നേനെ. അതോടെ ഈ പഞ്ചരത്നത്തിലെ എന്റെ പണി തീർന്നേനെ മാഡം. ഞാൻ ഇവിടുന്ന് കെട്ടും കിടക്കയും എടുത്ത് ഇറങ്ങേണ്ടിയും വന്നേനെ. അല്ല, കേക്കില് പൊട്ടിത്തെറിക്ക് കാരണക്കാരാരാണെന്ന് എന്തെങ്കിലും സൂചന അവർക്കുണ്ടോ? ഇതുവരെ ഒരു വിവരമില്ല. എന്റെ സംശയം അംബികയും മക്കളെയാ മാഡം. അവരേ അത് ചെയ്യൂ. നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങളെ ആ ഫംഗ്ഷനിടയിൽ നടന്നു മാഡം. എന്ത്? ശ്യാമളിയുടെ ഭർത്താവ് സോമന് ഇടികിട്ടിയ കാര്യം മാഡം അറിഞ്ഞായിരുന്നോ? സോമനെ ഇടിച്ചെന്നോ? ആര്? സോമനാഥന്റെ തലയിൽ ചാക്ക് മൂടി തല്ലി. ആരാണെന്ന് പറ. വേറെ ആരാ? ആ അഖിലയുടെ കാമുകനില്ലേ ആകാശ്. അത് നന്നായി. സോമനെ 2 അടിയുടെ കുറവുണ്ടായിരുന്നു. അങ്ങനെ സന്തോഷിക്കാൻ വരട്ടെ. സോമനാഥനെ തല്ലിയതേ മേഡത്തിന്റെ അനിയൻ മഹേന്ദ്രൻ സാർ ആണെന്നാണ് ആകാശ് പറഞ്ഞു വെച്ചത്. അതെങ്ങനെ നിനക്കറിയാം? ഈ സംഭവങ്ങൾക്കെല്ലാം ഞാൻ ദൃക്സാക്ഷിയാ മാഡം. ആകാശ് സോമനാഥനെ ചാക്കിൽ കയറ്റി ഇടിക്കുന്നതും മഹേന്ദ്രനാണെന്ന് പറയുന്നതും ഞാൻ എന്റെ ഈ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതാ. മേഡത്തിന്റെ അനിയനെ ആകാശ് മനഃപൂർവ്വം പ്രതിയാക്കിയതാ. അംബികയും മക്കളും ചടങ്ങിന് വന്നതേ എന്തൊക്കെയോ കരുതിക്കൂട്ടി തന്നെയാ മാഡം. അതിന്റെ പിന്നാലെ അന്വേഷിച്ചു പോയാ നമുക്ക് ഒരുപാട് രഹസ്യങ്ങൾ കണ്ടെത്താൻ പറ്റും. ഇത് ചെയ്തവരാരായാലും അവരുടെ കള്ളത്തരം പൊളിക്കാൻ നമുക്ക്. അതോടെ എനിക്ക് ഇവിടെ അതൊരു പിടിവള്ളിയാകും. പിന്നീട് അങ്ങോട്ട് നമ്മുടെ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ എനിക്ക് പിന്നെ എളുപ്പമായിരിക്കും മാഡം. അതൊക്കെ നോക്കാം. എന്നാ നീ വെച്ചോ, ഞാൻ പിന്നെ വിളിച്ചോളാം. ശരി മാഡം, ഓക്കെ. ഇത്രയും വലിയൊരു ബോംബ് ഞാൻ പൊട്ടിച്ചിട്ടും ഇവർക്കെന്താ ഒരു ഞെട്ടലില്ലാത്തത്? ഇനിയിപ്പോ കേക്കിൽ ബോംബ് വെച്ചത് കലാവതി ആയിരിക്കുവോ? ആർക്കറിയാം, ഇവളെയൊന്നും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല. വിളിച്ചത് സിസിലിയ. അംബികയും മക്കളുമാണ് അമൃതയെ ചതിക്കാൻ ശ്രമിച്ചത്. അവളെയും അഭിമന്യുവിനെയും അപകടത്തിൽപ്പെടുത്താനുള്ള ഉദ്ദേശത്തോടെ അവരൊരുമിച്ച് നിൽക്കാൻ വേണ്ടിയാകും അംബിക എൻഗേജ്മെന്റ് പ്ലാൻ ചെയ്തതെന്ന് തോന്നുന്നു. ആ കെണിയില്ല മോനെ നീ വീണുപോയത്. ഇവിടെ നിന്നിറങ്ങിയ 3 ഞാൻ വെടിവെച്ചുകൊള്ളു. എനിക്കിനി ഒന്നും നോക്കാനില്ല. എടാ മഹി, അവരെ കൊന്ന് നീ ജയിലിൽ പോകുകയല്ല വേണ്ടത്. അമൃതയെ താലി കെട്ടി അവരെ വെല്ലുവിളിക്കുകയാണ് വേണ്ടത്. ഈ ചെയ്തതിന് അംബികയ്ക്കുള്ള പണി ഞാൻ കൊടുത്തിരിക്കും. സ്നേഹത്തോടെ അവളുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ. ഈ കാര്യത്തിൽ ചേച്ചി ഇനി എന്തു പറയുന്നു അത് മാത്രമേ ഞാൻ ചെയ്യൂ. നന്നായി. പിന്നൊരു കാര്യം, പഞ്ചരത്നത്തിലുണ്ടായ ഫുഡ് പോയ്സൺ സിസിലി ചന്ദ്രസേനന്റെ തലയിൽ വെച്ചു കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഞാനത് തിരുത്താനൊന്നും പോകുന്നില്ല. ആജീവനാന്തം ആ കിരീടം ചന്ദ്രസേനന്റെ തലയിൽ തന്നെ ഇരിക്കട്ടെ.
സാലറി ഒന്നും പ്രശ്നമല്ല. എനിക്കിപ്പോ അത്യാവശ്യമായി വേണ്ടത് ഒരു ജോലിയാ. ഓക്കെ സാർ, എപ്പോ വരണമെന്ന് സാറ് പറഞ്ഞാൽ മതി. സന്തോഷമായി മക്കളെ. നിങ്ങൾക്ക് എന്നെ കാണാൻ വരാൻ തോന്നിയല്ലോ. അച്ഛന് ഒരുപാട് സന്തോഷമായി. വാ, അകത്തേക്ക് വാ മക്കളെ. ഞങ്ങൾ നിങ്ങളുടെ സൽക്കാരമൊന്നും സ്വീകരിക്കാൻ വന്നല്ല. ഞങ്ങൾക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തോണ്ടാ ഞങ്ങൾ തന്നെ വന്നത്. നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല മക്കളെ. എന്തായാലും നിങ്ങൾ ഇവിടം വരെ വന്നതല്ലേ, അകത്തേക്ക് വാ. ഇരിക്കാനും കുടിക്കാനും കഴിക്കാനും ഒന്നും വന്നല്ല എന്ന് പറഞ്ഞില്ലേ? ഞങ്ങളോട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതികാരം ബാക്കിയുണ്ടെങ്കിൽ അത് നേരിട്ട് ചെയ്യണം. നിങ്ങളുടെ മക്കളായി പിറന്ന ഗതികേടിന് എന്ത് ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറായാ ഞങ്ങൾ വന്നിരിക്കുന്നേ? നിങ്ങൾ എന്തൊക്കെയാ മക്കളെ പറയുന്നത്? എനിക്കെന്ത് പ്രതികാരം? ഞാൻ നിങ്ങളോടിപ്പോ എന്ത് ദ്രോഹം ചെയ്തെന്നാ? ഞങ്ങളുടെ സന്തോഷം ഇല്ലാതാക്കാൻ എന്റെ ബർത്ത്ഡേ പാർട്ടി ദിവസം അങ്ങനെ ഒരു ദുരന്തം ഉണ്ടാക്കാൻ അച്ഛൻ എങ്ങനെ തോന്നി? അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ മോളെ. അയ്യോ, പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന പഞ്ചപാവം. ബർത്ത്ഡേ പാർട്ടിക്ക് ഉണ്ടാക്കിയ ഫ്രൈഡ് റൈസിലെ കെമിക്കൽ ചേർത്ത് ഫുഡ് പോയ്സൺ ഉണ്ടാക്കിയത് നിങ്ങളല്ലേ? മോളെ, ഇതൊന്നും ചെയ്തത് ഞാനല്ല. മതി, നിർത്ത. ജനിക്കുന്നതൊരു പെൺകുഞ്ഞാണെങ്കിൽ ആ ചോര കുഞ്ഞിന്റെ നാവിലേക്ക് നെന്മണിയിട്ടോ കള്ളിപ്പാലൊഴിച്ചോ കൊല്ലുന്ന ആളുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അച്ഛനൊരു ആൺകുഞ്ഞിനെ കിട്ടാത്തതിന്റെ പേരിൽ ഞങ്ങളോട് ഇത്രയ്ക്ക് വെറുപ്പാണെങ്കിൽ ജനിച്ച ഉടനെ തന്നെ ഞങ്ങളെങ്ങ് കൊല്ലാൻ പാടില്ലായിരുന്നോ? അങ്ങനെ കൊല്ലാതെ വളർത്താൻ വിട്ടിട്ട് എന്തിനാ ഇങ്ങനെ ഞങ്ങളെ തകർക്കാൻ നോക്കുന്നേ? എന്തിനാ ഞങ്ങളോട് ഇത്ര ക്രൂരത? മക്കളെ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇതെല്ലാം നിങ്ങളുടെ തെറ്റിദ്ധാരണ മാത്രം. ചങ്ക് പറിച്ച് കാണിച്ചാലും ഇയാള് ചെമ്പരത്തി പോകുന്നേ പറയും. ഇയാളുടെ ഉദ്ദേശം നമ്മളെ കൊല്ലുകയല്ല, നമ്മൾ ഇഞ്ചിഞ്ചായി മരിക്കുന്ന കണ്ട് ആസ്വദിക്കുന്നതാ. അത്രയ്ക്ക് സാഡിസ്റ്റാ. കേക്കില് ബോംബ് വെച്ച് പൊട്ടിത്തെറി ഉണ്ടാക്കിയതും ഇയാള് തന്നെ ആവും. എന്റെ പൊന്നു മക്കളെ, ഞാൻ മനസ്സാ വാച അറിഞ്ഞ കാര്യങ്ങളല്ല ഇതൊന്നും. നിങ്ങൾ എന്നെ വിശ്വസിക്കണം. ഈ നിൽക്കുന്ന അമൃതേച്ചി ഞങ്ങൾക്ക് ആരാന്നറിയോ? പറക്കമുറ്റാത്ത കാലത്ത് നിങ്ങൾ ഞങ്ങളെ തെരുവിലേക്ക് ഇറക്കി വിട്ടപ്പോ സ്വന്തം ജീവിതം പോലും വേണ്ടാന്ന് വെച്ച് ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഞങ്ങളുടെ അമ്മയായത്. ആ അമ്മയുടെ മുഖം ബർത്ത്ഡേ കേക്കിൽ ബോംബ് വെച്ച് വികൃതമാക്കാൻ ശ്രമിച്ചത് ഞങ്ങളുടെ അച്ഛനായ നിങ്ങളാ. സത്യമാണ് പറയുന്നത്. ഞാനൊന്നും അറിഞ്ഞില്ല മക്കളെ. അമൃത മോളുടെ ബർത്ത്ഡേ ദിവസം അവിടെ വന്നു പോയി എന്നൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. അന്ന് വഴി വെച്ച് കണ്ടപ്പോ അച്ഛനെ ആ ഫംഗ്ഷന് ക്ഷണിച്ചു എന്നുള്ളത് മാത്രാ ഞാൻ ചെയ്ത തെറ്റ്. ആ തെറ്റ് ഞാനിപ്പോ തിരുത്താ. ഇനി ഞങ്ങൾ പഞ്ചരത്നങ്ങളുടെ ഒരു കാര്യത്തിനും അച്ഛൻ വരരുത്. ഞങ്ങൾ മരിച്ചു എന്നറിഞ്ഞ ഞങ്ങളുടെ ശവം കാണാൻ പോലും നിങ്ങൾ വരരുത്. എന്നോട് ഇങ്ങനെ പറയില്ലേ മക്കളെ. അങ്ങ് ഇല്ലാതായി പോയാ മതിയെന്ന് എനിക്കിപ്പോ. പക്ഷെ ഞാൻ മരിച്ചാലെങ്കിലും നിങ്ങൾ എന്നോട് പൊറുക്കണം. അപ്പോഴേ നിങ്ങൾക്ക് എന്നെ അല്പമെങ്കിലും മനസ്സിലാവും. അപ്പോ എനിക്ക് കൊള്ളിവെക്കാൻ എന്റെ മക്കളായ നിങ്ങൾ വരണം. 5 പേരും ചേർന്ന് വേണം ഈ അച്ഛന്റെ ചിതയ്ക്ക് തീ കൊളുത്താൻ. നിങ്ങളുടെ ആ മോഹം വെറും ഒരു വ്യാമോഹമാ. നിങ്ങൾ ചത്ത പഞ്ചരത്നത്തിൽ നിന്ന് ആരും തിരിഞ്ഞു നോക്കില്ല.
വണ്ടി ഇടിച്ച് ചാവുന്ന പട്ടികളെ മുനിസിപ്പാലിറ്റിക്കാർ കൊണ്ടുപോയി കുഴിച്ചിടും. അതിനാരും അന്ത്യകർമ്മങ്ങൾ ചെയ്യാറില്ല. നിങ്ങളുടെ കാര്യത്തിലും അത് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മതി, വാ പോവാം. മക്കളെ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ കഴിഞ്ഞില്ലെങ്കിൽ ഇനിയും ഈ പീഡനം തുടരാം. നീ അച്ഛനോട് സംസാരിച്ചത് അതിര് കടന്നുപോയി. അത്രയ്ക്ക് വേണ്ടായിരുന്നു. നമ്മളോട് എങ്ങനെ പെരുമാറിയാലും ജന്മം തന്ന ആളിനോട് ഒരിക്കലും നമ്മൾ അങ്ങനെ സംസാരിക്കാൻ പാടില്ല. അനഘേച്ചി ആ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. ജന്മം തന്നത് അയാളുടെ ഔദാര്യമൊന്നുമല്ല. അമ്മ ഓരോ തവണ പ്രഗ്നന്റ് ആവുമ്പോഴും അയാൾ പ്രതീക്ഷിച്ചത് ഒരു ആൺകുഞ്ഞിനെയാ. സയന്റിഫിക്കായി നോക്കിയ അയാള് സ്വപ്നം കണ്ട ആൺകുഞ്ഞുങ്ങളെ പൊരുതി തോൽപ്പിച്ച നമ്മളൊക്കെ അമ്മയുടെ ഗർഭപാത്രത്തിലെത്തിയത്. എന്തുകൊണ്ടും മികച്ച നമ്മളാണെന്ന് തിരിച്ചറിയാതെയാ അയാൾ ഇപ്പോഴും ജീവിക്കുന്നത്. സ്വപ്നത്തിലെ ആൺമക്കൾക്ക് തോൽപ്പിക്കാൻ പറ്റാത്ത നമ്മളെ തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കും അയാള്. ഇനി ഒരിക്കലും അയാളോട് സന്ധിയില്ല. ഇത് അങ്ങോട്ട് ആക്രമിക്കേണ്ട സമയമോ, ഇല്ലെങ്കിലേ അയാള് നമ്മളെ ഓരോരുത്തരെയായിട്ട് കൊല്ലും. നീ അങ്ങനൊന്നും പറയല്ലേ മോളെ. നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിച്ച അമ്മയുടെ ആത്മാവ് പോലും നമ്മളോട് പൊറുക്കില്ല. ആ കാര്യത്തിൽ എനിക്ക് ചേച്ചിയോട് യോജിപ്പാ. എത്രയൊക്കെ ദ്രോഹം ചെയ്താലും അമ്മയ്ക്ക് അച്ഛനോട് ഒരു പിണക്കവും ഇല്ലായിരുന്നു. നമ്മൾ ആക്രമിക്കാനും വഴക്കുണ്ടാക്കാനും ഒന്നും പോണ്ട. പക്ഷെ ഇവിടെ നടന്നതൊക്കെ പോലീസിനെ അറിയിക്കണം. അയാൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കണം. എങ്കിൽ പിന്നെ നമുക്ക് അത് ചെയ്യാം. ഇക്കാര്യത്തിൽ പോലീസ് ഇടപെടണ്ട. ചേച്ചിക്ക് ഇപ്പോഴും അയാളോട് സെന്റിമെന്റ്സ് ആണോ? ഇത് സെന്റിമെന്റ്സ് അല്ല. ഒരു കേസായ പുറം ലോകം അറിയുന്നത് അച്ഛനും മക്കളും തമ്മിലുള്ള യുദ്ധം എന്നായിരിക്കും. നമ്മുടെ അച്ഛൻ ഇത്രയും വൃത്തിയായിട്ട് ഒരാളാണെന്ന് സമൂഹം അറിഞ്ഞ നമ്മളും അതേ സ്വഭാവക്കാരാണെന്ന് എല്ലാരും കരുതും. അത് നമ്മുടെ ബിസിനസിനെ പോലും ബാധിക്കും. ജോലി സ്ഥലത്ത് നിനക്ക് പ്രശ്നങ്ങളുണ്ടാവും. അച്ഛന്റെ ക്രിമിനൽ പശ്ചാത്തലം SI ടെസ്റ്റ് പാസ്സായി നമ്മുടെ അനിയത്തിമാരുടെ ഭാവിയെയും ബാധിക്കും. ചേച്ചി ആ പറഞ്ഞത് ശരിയാ. തൽക്കാലം നമ്മളിത് പോലീസിൽ അറിയിക്കണ്ട. അനഘേച്ചി എന്തു പറയുന്നു? നിങ്ങളുടെയൊക്കെ തീരുമാനം അതാണെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ നടക്കട്ടെ. ഈശ്വര, അഭിമന്യു. അഭിമന്യു ഇനി സത്യങ്ങൾ അറിഞ്ഞിട്ടാണോ വിളിക്കുന്നത്? ഞാനിപ്പോ എന്താ പറയാ? ഹലോ അമൃത, ഒരു അത്യാവശ്യ കാര്യം പറയാൻ വിളിച്ചാ. താൻ തിരക്കിലാണോ? അല്ല, പറഞ്ഞോളൂ. അന്ന് ഫംഗ്ഷനിൽ നടന്ന സംഭവത്തിന്റെ ലാബ് ടെസ്റ്റ് റിസൾട്ട് കിട്ടി. അന്ന് സെർവ് ചെയ്ത ഫ്രൈഡ് റൈസിൽ കെമിക്കൽസ് കലർന്നിട്ടുണ്ട്. ആരോ ചതിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാ അത്. അതെ, അത് വേറെ ആരുമല്ല,
നിങ്ങൾക്ക് ജന്മം നൽകിയ നിങ്ങളുടെ സ്വന്തം അച്ഛനാ. ഫ്രൈഡ് റൈസിൽ വിഷം ചേർത്തതേ ചന്ദ്രസേനൻ എന്ന് പറയുന്ന ആളാ. താൻ ഇതെങ്ങനെ വിട്ടുകളയരുത്. കേസ് കൊടുക്കണം, അന്വേഷണം വേണം. ഈ ദ്രോഹം ചെയ്ത ആരാണെങ്കിലും അവരെ കൈയോടെ പിടികൂടണം. അതൊന്നും വേണ്ട. ആരും മനഃപൂർവ്വം ചെയ്തൊന്നും ആവില്ല. ഞങ്ങളോട് അതിന് മാത്രം വിരോധം തോന്നേണ്ട കാര്യം ആർക്കും ഇല്ലല്ലോ. എന്തടിസ്ഥാനത്തിൽ അമൃത അങ്ങനെ പറയുന്നത്? ഇതുപോലൊരു ബർത്ത്ഡേ പാർട്ടിക്ക് വിളമ്പാനുള്ള ഭക്ഷണത്തിൽ കെമിക്കൽ കലർത്തി ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടാക്കണമെങ്കിൽ അത് മുൻവൈരാഗ്യമില്ലാതെ ആരെങ്കിലും ചെയ്യൂ? അമൃത, താൻ എന്തൊക്കെ പറഞ്ഞാലും ഈ കാര്യത്തിൽ പോലീസ് അന്വേഷണം തീർച്ചയായിട്ടും വേണം. ശരി, തനിക്ക് പരാതിയില്ലെങ്കിൽ വേണ്ട. ഞാനിത് നിയമപരമായിട്ട് മുന്നോട്ട് പോവാം. അല്ല, ഇതൊരു പക്ഷേ ആ ഭക്ഷണം ഇവിടെ കൊണ്ടുവരുന്നതിന് മുമ്പെങ്ങാനും കെമിക്കൽ കലർന്നതായിരിക്കോ? അത് നമുക്കറിയില്ലല്ലോ. താനെന്താ അങ്ങനെ ചോദിച്ചത്? എന്റെ കാറ്ററിംഗ് യൂണിറ്റിൽ നിന്ന് ആരെങ്കിലും തെറ്റ് കാണിച്ചിട്ടുണ്ടെന്നാണോ? അങ്ങനെ സംഭവിക്കുമെന്ന് താൻ കരുതുന്നുണ്ടല്ലേ? ഞാൻ അങ്ങനെ ഉദ്ദേശമല്ല പറഞ്ഞേ. പ്രത്യേകിച്ച് ആരെയും നമുക്ക് സംശയിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് വെറുതെ പോലീസിനൊന്നും ഇടപെടുത്തിക്കണ്ടെന്ന് പറഞ്ഞതാ. അമൃത, താനെന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ആരാണ് ഈ ചതി ചെയ്തതെന്ന് നമ്മളെങ്കിലും അറിഞ്ഞിരിക്കണ്ടേ? അന്ന് നടന്ന ആ പൊട്ടിത്തെറിക്ക് പിന്നിൽ ആരാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. എന്താ തനിക്ക് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരി, പോലീസിൽ അറിയിച്ചില്ലെങ്കിൽ വേണ്ട. ഞാൻ എന്തായാലും അങ്ങോട്ട് വരാം. അവിടെയുള്ള നിങ്ങളുടെ സ്റ്റാഫുകളെ നമുക്ക് വിശദമായിട്ട് ചോദ്യം ചെയ്യാം. തെറ്റ് ചെയ്ത് ആരെന്ന് കണ്ടെത്തി നമുക്ക് അവരെ അകറ്റി നിർത്താലോ. അത്രയെങ്കിലും നമ്മൾ ചെയ്യണ്ടേ അമൃത? വേണ്ട, ഇവിടെ ആരെയും ഞങ്ങൾക്ക് സംശയമില്ല. ശരി, എന്നാ ഞാൻ പിന്നെ വിളിക്കാം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.